ഫോറിൻ മെഡിക്കൽ സ്റ്റുഡൻസ് അസോസിയേഷനും ചെങ്ങന്നൂർ ലയൺസ് ക്ലബ്ബും ഉമയാറ്റുകര സെന്റ് തോമസ് യുവജന പ്രസ്ഥാനവും സംയുക്തമായി സഞ്ജീവനി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും കേൾവി പരിശോധന തൈറോയിഡ് ക്യാമ്പും സംഘടിപ്പിച്ചു. ചെങ്ങന്നൂർ ഉമയാറ്റുകര സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയപള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം മാത്യു വർഗീസ് കോർ എപ്പിസ്കോപ്പ നിർവഹിച്ചു. യുക്രൈനിൽ പഠിച്ചിരുന്ന MBBS വിദ്യാർത്ഥികളുടെയും പഠനം കഴിഞ്ഞ ഡോക്ടർമാരുടെയും അവരുടെ രക്ഷിതാക്കളുടെയും കേരളത്തിൽ രൂപീകരിച്ച ഇന്ത്യയിലെ ഈ മേഖലയിലെ ഏക രജിസ്റ്റേർഡ് സംഘടനയാണ് ഓൾ കേരള യുക്രൈൻ മെഡിക്കൽ സ്റ്റുഡൻസ് ആൻഡ് പേരന്റ്സ് അസോസിയേഷൻ. 2022 യുക്രൈനിലെ യുദ്ധ സാഹചര്യത്തിലാണ് ഈ അസോസിയേഷൻ രൂപം കൊണ്ടത്. സംഘടനയിലെ മെമ്പർമാരായ നിരവധി മെഡിക്കൽ വിദ്യാർത്ഥികൾ വിവിധ രാജ്യങ്ങളിൽ പഠനം നടത്തുന്നുണ്ട്. പഠനം പൂർത്തീകരിച്ച നിരവധി പേർ ഇന്ത്യയിലെ മെഡിക്കൽ ഗ്രാജുവേറ്റ് ക്വാളിഫൈഡ് എക്സാം പാസ്സായി ഇവിടെ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുന്നുമുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും മെമ്പർമാരായ മെഡിക്കൽ വിദ്യാർത്ഥികൾ ജനോപകാരപ്രദമായ കാര്യങ്ങളും മെഡിക്കൽ ക്യാമ്പുകളും നടത്തിവരുന്നുണ്ടെന്ന് അക്കുംസ്പ പ്രോഗ്രാം കോർഡിനേറ്റർ സുജിത് കുമാർ P പറഞ്ഞു. ചെങ്ങന്നൂർ ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ ഉമയാറ്റുകര സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയപള്ളിയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം മാത്യു വർഗീസ് കോർ എപ്പിസ്കോപ്പ നിർവഹിച്ചു. ഞാൻ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾ നമ്മുടെ വിവിധ ആശുപത്രികൾ സന്ദർശിക്കുവാനും വ്യക്തിപരമായ ആവശ്യത്തിനൊക്കെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ സൂചി കുത്താൻ പോലും സ്ഥലമില്ല. രോഗികളുടെ ബാഹുല്യമാണ്. ഒരു ബെഡ് കിട്ടാനായിട്ട് സൗകര്യമില്ല. അത് നമ്മുടെ അടുത്തുള്ള എല്ലാ വലിയ ഹോസ്പിറ്റലുകളിലും ചെന്നപ്പോഴൊരു പരിതസ്ഥിതിയാണ് ഞാൻ നിങ്ങളോട് അറിയിച്ചത്. അക്കിസ്പ സെക്രട്ടറി സക്കീർ PS അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജൂണി കുതിരവട്ടം, തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KKS കുറുപ്പ്, നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ് ദേശീയ സെക്രട്ടറി കൃഷ്ണകുമാർ B, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S ബാലചന്ദ്രൻ, തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടോണി കുതിരവട്ടം, സിൽബി മോൾ KA, അമ്പിളി സജീവ്, ഷൈനി തോമസ്, സഞ്ജീവനി ഹോസ്പിറ്റൽ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് റിട്ടയർഡ് സബ് മേജർ സുനിൽകുമാർ ബോധവൽക്കരണ ക്ലാസും നടത്തി. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.